ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമുക്ക് ചിക്കൻ വെച്ചിട്ട് നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ളൊരു റോസ്റ്റ് ഉണ്ടാക്കാം. ബട്ടറിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് ബട്ടർ ചിക്കൻ റോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വരുമെന്ന് ചോദിക്കാൻ. നല്ല സ്പൈസിയാണ്, ബട്ടറിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഒരു 600 ഗ്രാമിൻ്റെ അളവ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കിലോ ചിക്കനൊക്കെ ഉണ്ടാകും. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം ചേരുവകളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ലെമണൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കുരു ഇല്ല, അങ്ങനത്തെ ഒരു ലെമണാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് ബട്ടറിലൊന്ന് ഫ്രൈ ആക്കണില്ല, ഒന്ന് റോസ്റ്റ് പോലെയൊക്കെ ആക്കിയിട്ട് അധികം ഡ്രൈ ആക്കാണ്ട് ആക്കുന്നൊരു സംഭവമാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ എങ്ങനെ വേണമെങ്കിലും, ഇനി ബട്ടറിലാണെങ്കിൽ ഗീലാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഇട്ട് കൊടുക്കാം, അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തൈര്, ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ടുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 കിലോ ചിക്കനിലേക്കാണ് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൊറിയാണ്ടർ പൗഡർ ഏകദേശം 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത്ര പോരം തന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഒരു 3/4 ഇട്ട് കൊടുത്താലും മതിയാവും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ക്യൂമിൻ സീഡ്, നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അത് കുറച്ച് സ്പൈസിയാണ്, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിലേക്ക് ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിലൊക്കെ ഒന്ന് നല്ലപോലെ പുരട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഒരു 1/2 മണിക്കൂർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി നമുക്ക് ടൈം ഉള്ളപ്പോഴാണെങ്കിൽ വേണമെങ്കിൽ ഒരു 1-2 മണിക്കൂറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ താഴെ തട്ടിലൊന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്കെടുത്ത് ഫ്രൈ ചെയ്യല്ല. പിന്നെ നമുക്ക് ബട്ടറിലിട്ടിട്ടൊന്ന് ഒരു 5 മിനിറ്റൊക്കെ ഒരു നല്ല തീയിലിട്ട് വെച്ചിട്ടൊന്ന്, അപ്പോൾ ആ ഒരു മസാല ഒക്കെ പിടിച്ചിട്ടൊരു ഇതാവില്ലേ, ഫ്രൈ ആവരുത്, അങ്ങനെ ആക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നല്ലപോലെ മസാല ഒക്കെ പിടിക്കാനുള്ള തരത്തിലൊന്ന് ഞാനിപ്പോൾ 1/2 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുന്നുള്ളൂ. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം വെച്ച് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ മസാല ഉണ്ട്. അതിന് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്, ഒരു 1/4 കപ്പ് എന്നൊക്കെ പറയാം. പിന്നെ ഒരു 10 വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചതാണ് നേരത്തെ കാണിച്ചത്. പിന്നെ കുറച്ച് ബട്ടർ നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ മസാലയോട് കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ എന്താ പറയുക, വെള്ളമൊക്കെ കുറച്ച് അടച്ച് വെക്കാണ്ട് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതിലൊന്ന് കിടന്നിട്ടൊന്ന് മസാല ഒക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഒരു 5-10 മിനിറ്റ് 5 മിനിറ്റൊക്കെ മതിയാവും ഏകദേശം. നല്ല തീയിലിട്ട് കൊടുക്കണതല്ലേ, നല്ലൊരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട്, ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അടച്ച് വെച്ചിട്ടൊന്നുമില്ല,
അപ്പോൾ ആ മസാലയുടെ ഒക്കെ വെള്ളം പിന്നെ തൈരൊക്കെ ആഡ് ചെയ്തതല്ലേ, അപ്പോൾ തൈരിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ, എന്നിട്ടാണ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത ഒരു മസാലയുടെ ഒരു പാത്രം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിൽ ഞാൻ കഴുകിയിട്ട് കുറച്ച് വെള്ളം എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ആണ് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റോളം ഒന്ന് വേവാവണ വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ വെള്ളം ഇറങ്ങി വരികയും ചെയ്യും. പിന്നെ ഭയങ്കര ലൂസായിട്ടുള്ളൊരു കറിയല്ല, നല്ല തിക്കായിട്ടുള്ളൊരു റോസ്റ്റ് അല്ലേ, ആ ഒരു ടൈപ്പിലാണ് ഇതാക്കിയെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്നുണ്ട്. വെന്ത് വരുന്നതോടുകൂടെ നമുക്കതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറി ലീവ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ തിക്കാക്കിയെടുക്കാം. ഗ്രേവി ഒന്ന് നല്ല തിക്ക് റോസ്റ്റ് ആക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു പുളിപ്പും ഉണ്ടാവും. പിന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് ഈ കറിക്ക്. അപ്പോൾ ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. കണ്ട കറിയൊക്കെ ഒരു നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊറാട്ടയിൽക്കൊക്കെ നല്ല അടിപൊളി സംഭവമായിരിക്കും. എനിക്ക് തോന്നുന്നു പൊറാട്ടയിൽക്കാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചപ്പാത്തിക്കാണെങ്കിലും യൂസ് ചെയ്യാം. പൊറാട്ട, നാന് അങ്ങനത്തെ ഐറ്റംസിലൊക്കെ നല്ല ബട്ടർ നാനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് നമുക്കതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ട നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. പിന്നെ ആ മസാല ഒക്കെ വന്നപ്പോൾ ഒന്നും കൂടെ കളറൊന്ന് നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള സംഭവം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ട ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ. അപ്പോൾ ഞാനത് എടുത്ത് കാണിച്ചു തരാം. കണ്ട ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് പിടിക്കുമ്പോഴത്തേന് നല്ലപോലെ വെന്ത് ഇതായി കിട്ടിയിട്ടുണ്ട്. പൊറാട്ടയിൽക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇനി വേണമെങ്കിൽ നമ്മൾ പത്തിരിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ച ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണിച്ചായിരിക്കും.